സമയത്തിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വൈകിട്ട് ഇടുന്ന വീഡിയോ 7 മണിക്കാണ്. അതിന് പകരം ഈ റീഡിംഗ് ആണ് തരുന്നത്. 7 മണിക്ക് തരുന്ന ടൈപ്പ് ചെയ്ത വീഡിയോ മറ്റൊരു സമയത്ത് തരും. പകലെപ്പോഴെങ്കിലും തരും കേട്ടോ. തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ പങ്കാളിയുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ എനർജി വരും, അവരുടെ എനർജി വരും. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വേണമെങ്കിൽ താഴെ ഒരു കമൻ്റ് ഇടുക. പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രം എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം. ഇത് ഒരുപാട് പേരുടെ എനർജി ആയിരിക്കുക. നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫ്രീ അല്ല. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. 5 സോഡ്സ് ആണ് ആദ്യത്തെ കാർഡ്. ഹെരഫൻ്റ്. ഈ 2 കാർഡ് എടുക്കാം. ടവർ വന്നു രണ്ടാമത്തെ സെറ്റിൽ നിന്ന്. സണ്ണ് വന്നു. ഏസ് ഓഫ് സോഡ്സ് വന്നു. കുറച്ച് കഷ്ടകാലമൊക്കെ ഉണ്ട്. 2 സോഡ്സ് വന്നു. 9 സോഡ്സ് എനർജി. കുറച്ച് വിഷമത്തിലാണല്ലോ. 8 വാണ്ടാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്പാണ് അടുത്ത കാർഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അശ്വതി മകം മൂലം, കാർത്തിക ഉത്രം ഉത്രാടം, അത്തം രോഹിണി തിരുവോണം. ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ. 1, 2, 4, 5, 9, 10, 16, 19. ഇതൊക്കെയാണ് നമ്പറുകൾ. നേരെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം വന്നിരിക്കുന്നു 5 സോഡ്സ്, പിന്നെ വന്നിരിക്കുന്നു ഹെരഫൻ്റ്. ഇത് രണ്ടും ഒരു സെറ്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം 2 മുഖം കാണിച്ചു, ഒരു മുഖം മൂടി വെച്ചു, ഇരട്ട സ്വഭാവം കാണിച്ചു. ഇതൊക്കെയാണ് അവരുടെ ഭാഗത്തുള്ള തെറ്റ്. അതുകൊണ്ട് നിങ്ങൾ വഴക്കിന് പോകുന്നുണ്ട്, നിങ്ങളുമായിട്ട് വഴക്കടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിന് പോകുന്നുണ്ട്. അപ്പോൾ 2 സാഹചര്യം എടുക്കുക. നിങ്ങൾ അങ്ങോട്ടാണോ വഴക്കടിക്കുന്നത് അതോ അവരിങ്ങോട്ടാണോ എന്നറിയില്ല. ഇവിടെ പറയുന്നത് ഒരേപോലെ പെരുമാറില്ല. ചില സമയത്ത് നല്ല സ്നേഹത്തിൽ പെരുമാറും, നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പെരുമാറും. ചിലപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോവും, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു പെരുമാറ്റമാണ്. എന്നാൽ ചില സമയത്ത് വിചിത്രമായ പെരുമാറ്റമാണ്. കണ്ട ഭാവം നടിക്കില്ല, തിരക്കാണെന്ന് ഭാവിക്കും, ഇരട്ട മുഖം കാണിക്കും, മുഖം മൂടി വയ്ക്കും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പെരുമാറ്റമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോഴും വഴക്കടിക്കുന്നത്. എല്ലായ്പ്പോഴും ഒരുപോലെ പെരുമാറാത്ത സ്വഭാവം അത് ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. പലതും നിങ്ങൾ അറിയുന്നില്ല ഈ വ്യക്തി ചെയ്യുന്നത്. മനസ്സിൻ്റെ താക്കോല് രഹസ്യമായി കാൽ കീഴിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഹെരഫൻ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ കാൽ കീഴിൽ തരയില്ലല്ലോ, മറ്റുള്ളിടത്തൊക്കെ അല്ലേ തരിക. 8 വാണ്ട്, സണ്ണ്, 2 സോഡ്സ്, 4 ഓഫ് കപ്പ്. ഇതൊക്കെ തരുന്ന മെസ്സേജുകൾ പറയാം. 2 സോഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ വന്നും പോയും ഇരിക്കുന്ന പെരുമാറ്റം അത് നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല. ഇനി 8 വാണ്ട്, അത് ഇടയ്ക്ക് നന്നായിട്ട് സ്നേഹത്തോടു കൂടി വരും, എന്നാൽ ആദ്യത്തെ അഭിനിവേശം നഷ്ടമായതുപോലെ പെരുമാറും. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തി നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ചില സമയത്ത് തോന്നും ഈ സ്നേഹത്തിൽ ഒരു ആത്മാർത്ഥതയില്ല, കള്ളത്തരം കാണിക്കുകയാണെന്ന്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി ഉണ്ടോ എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് സന്തുലിതമല്ലാത്തൊരു പ്രണയം, അതാണ് 2 സോഡ്സ് പറയുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് തന്നിരുന്നു, എങ്ങനെയുള്ള ആളായിരിക്കാം യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവുമെന്ന്. നിങ്ങൾക്ക് അതൊന്നും കാണണ്ടല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെയൊക്കെയാണോ ആ വ്യക്തിയെന്ന്. അതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ. അതൊന്നും ആരും കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പം അതുപോലെയുള്ള വ്യക്തികളെയൊക്കെയാണ് നമുക്ക് ഒരു സോൾമേറ്റ് ആണെന്നോ ടിൻ ഫ്ലെയിം ആണെന്നോ ഒക്കെ പറയാൻ പറ്റുക, നമ്മുടെ തന്നെ പങ്കാളിയാണെന്നൊക്കെ. ഇവിടെ കള്ളത്തരം കാണിക്കുന്ന സ്വഭാവമുണ്ട്, ഇരട്ട മുഖമുണ്ട്, മുഖം മൂടി വെക്കുന്നുണ്ട്, ചില സമയത്ത് വഴക്കടിക്കാൻ മടിയില്ല. ചില കാര്യങ്ങളൊക്കെ പൂട്ടി താക്കോല് കാലിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഹെരഫൻ്റിൻ്റെ ഒരു സ്വഭാവ വൈചിത്ര്യം. എന്ന് വെച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളൊരു താക്കോല് സൂക്ഷിക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ തിരയോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ നമ്മൾ നോക്കുക. എന്നാൽ നിങ്ങൾക്ക് പിടികിട്ടാത്തൊരു മെൻറ്റാലിറ്റിയാണ്, അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പിടി തരില്ല. അതിപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവണം എന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. 5 സോഡ്സും ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്.
അങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പങ്കാളി വഞ്ചിക്കുന്നുണ്ട് എന്ന് 9 സോഡ്സ് പറയുന്നുണ്ട്. 9 സോഡ്സും ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഏസ് ഓഫ് സോഡ്സ് ഇവരുമൊത്തുള്ള ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. കുറച്ച് കഷ്ടപ്പാടുകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു അവസ്ഥയാണ് നിങ്ങളുടെ പ്രണയത്തിൽ. എല്ലാം വളരെ പെട്ടെന്ന് ശരിയാവും എന്നല്ല ഇവിടെ പറയുന്നത് കേട്ടോ. 9 സോഡ്സ് പങ്കാളി വഞ്ചിക്കുന്നു. ഈ വഞ്ചന എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുക. ഹെരഫൻ്റെ ഹൈഡ് ചെയ്യുന്ന സ്വഭാവം, കള്ളത്തരം, ഇരട്ടമുഖം. 5 സോഡ്സ് ഓപ്ഷൻ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എപ്പോഴും വഴക്കാണ് എന്നാണ്. ടവർ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻഡായിക്കൊണ്ടിരിക്കുന്ന. ഏസ് ഓഫ് സോഡ്സ് അവരിലേക്കുള്ള വഴി വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഭയങ്കര വിരഹമാണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോഴൊന്നും അവരെ കിട്ടുന്നില്ല. എന്നാൽ നിങ്ങൾക്കൊരു ഭാവി ഉണ്ട് കേട്ടോ. അതാണ് സണ്ണ് പറയുന്നത്. ഇവർ കള്ളത്തരം കാണിക്കുക, അല്ലെങ്കിൽ ഇരട്ടമുഖം കാണിക്കുക, മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതില്ലയെന്ന് പറയാൻ പറ്റില്ല. അതാണ് മൂണും സണ്ണും കൂടി പറയുന്നത്. മൂൺ എനർജിയാണ് 4 ഓഫ് കപ്പിൽ. നിങ്ങൾക്ക് പേടിയുണ്ട്. 4 ഓഫ് കപ്പ് 9 സോഡ്സ് ഇത് രണ്ടും നിങ്ങളുടെ പേടിയെക്കുറിച്ചാണ് പറയുന്നത്. അവർ വഞ്ചിക്കുന്നുണ്ടോ, അവരുടെ സ്വഭാവം എന്താണ്, ഇങ്ങനെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. വിരഹമാണ്, മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതൊരു പക്ഷേ കുടുംബം നിയന്ത്രിക്കുന്നതാവാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ പൊസസീവായ പ്രണയമാവാം. ഇനി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. കുടുംബമുള്ളവരാണെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്. പാരൻസ് ആണെങ്കിൽ തേർഡ് പാർട്ടി പാരൻസ് ആണ്. അല്ലെങ്കിൽ സമുദായമൊക്കെ രണ്ടായിരിക്കാം, അല്ലെങ്കിൽ 2 തട്ടിലായിരിക്കാം. നിങ്ങൾ ആരെയാണ് പ്രണയിക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയൂ. കുടുംബമുള്ള ആളാണെങ്കിൽ കുടുംബം തന്നെയാണ് അവർ ഇങ്ങനെ കള്ളത്തരം കാണിക്കാനുള്ള കാരണത്തിൻ്റെ പിന്നിലുള്ളത്. അവരറിഞ്ഞാലോ എന്നുള്ള പേടിയാണ്. ഇനി പാരൻസാണ് വില്ലനായി നിൽക്കുന്നതെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരറിയാതെ വേണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. അതായിരിക്കും ഇവരിങ്ങനെ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. മൊത്തത്തിൽ ഈ വ്യക്തിക്ക് തന്നെ ഇരട്ട സ്വഭാവമുണ്ട്, അത് പറയുന്നുണ്ട്. ഡബിൾ മൈൻഡാണ്. വേണോ വേണ്ടേ വന്നും പോയിരിക്കുന്ന ബന്ധമായിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കാം. ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കാം, ചിലപ്പോൾ പണ്ട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം നടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, ഇതാണ് പറയുന്നത്. 2 സോഡ്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. 5 സോഡ്സ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്കിനെ, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി ഇവരെ ആഗ്രഹിക്കുന്നുണ്ട്. ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾ എന്നാണ്. അപ്പോൾ ഓപ്ഷനാണോ നിങ്ങൾ? 2 സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഇവരുടെ കാര്യത്തിൽ. ഇവരിങ്ങനെ ഒരേപോലെ പെരുമാറുന്നില്ലല്ലോ, ഡബിൾ മൈൻഡായിട്ട് പെരുമാറുകയല്ലേ. നിങ്ങളൊരു കുടുംബമുള്ള ആളാണ്, അവരും കുടുംബമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറിപ്പോവാൻ തോന്നും, ഒരു കുടുംബമുള്ള വ്യക്തിയാണെങ്കിൽ. ഇനി നിങ്ങൾ അവിവാഹിതരാണെങ്കിലും ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇനി ദമ്പതികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കിടയിൽ ഇതാണ് അവസ്ഥ. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഇങ്ങനെ ചില സമയത്ത് ഭയങ്കര അപരിചിതരുടെ പോലെയുള്ള പെരുമാറ്റം, ചില സമയത്ത് ഭയങ്കര സഹകരണമായിരിക്കാം, സ്നേഹമായിരിക്കാം. ഇതാണ് ഈ വ്യക്തിയിൽ കാണുന്നൊരു നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ. 9 സോഡ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റം എന്നെ വഞ്ചിക്കുകയാണോ, ഞാനിതിൽ മുന്നോട്ട് പോകണോ, ഇതെന്താ ഇങ്ങനെ ഒരു സ്വഭാവം, എന്നാൽ വിട്ടുകളയാനും പറ്റില്ല. ചിലപ്പോൾ അങ്ങ് ഭയങ്കര സ്നേഹമാണ്, ആ സമയത്ത് സ്നേഹം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ നിങ്ങളുടെ കൺഫ്യൂഷനെ കാണിക്കുന്ന 2 കാർഡാണ് 9 സോഡ്സും 2 സോഡ്സും. എന്ത് വേണമെന്ന തീരുമാനത്തിൽ എത്താൻ കഴിയുന്നില്ല, അതിൻ്റെ ഉറക്കക്കുറവാണ് 9 സോഡ്സ് പറയുന്നത്. ഇനി പറയുന്നു ഏസ് ഓഫ് സോഡ്സ്. എന്തായാലും എനിക്ക് അതിലേക്ക് എത്താൻ കഴിയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പിന്തിരിപ്പിക്കുന്നുണ്ട്, അതാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ, അതാണ് ഈ കുപ്പിച്ചില്ലുകൾ. അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ട്, ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ചില സമയത്തെ അവരുടെ നല്ല പെരുമാറ്റം കാണുമ്പോൾ ഇതിൽ നിന്ന് പിന്മാറാനും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് വിഷമിപ്പിച്ചു വെച്ചാൽ നിങ്ങളോട് സോറി പറയാനും മടിയില്ല, എന്നാൽ വീണ്ടും വിഷമിപ്പിക്കാനും മടിയില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവർ. വിഷമിപ്പിച്ചു, ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു, സോറി പറഞ്ഞു, അതങ്ങനെ വിട്ട് കളഞ്ഞു, ഇനി നമ്മൾ നല്ല ജീവിതമാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. വീണ്ടും ഇത് ആവർത്തിക്കും, എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് വീണ്ടും പശ്ചാത്താപമായി, കുറ്റബോധമായി, സോറി പറയലായി. ഈ മദ്യപന്മാരൊക്കെ ഇങ്ങനെയാണ്. മദ്യപിക്കില്ല എന്ന് പറയും, വാഗ്ദാനമൊക്കെ കൊടുക്കും,
അന്ന് വൈകിട്ട് വരുമ്പോൾ മദ്യപിച്ച് വരിക. ഇതുപോലെ സ്വഭാവത്തിൽ ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ആവർത്തിക്കില്ല എന്ന് പറയുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി പറയുന്നത് ടവറാണ്. ഇടയ്ക്ക് എന്തായിട്ട് വീണ്ടും റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഹൃദയവേദന തരും, വാക്കുകളൊക്കെ കുത്തുവാക്കുകൾ പറയും, വേദനിപ്പിക്കും. അത് കഴിഞ്ഞ് വീണ്ടും റീയൂണിയൻ ഉണ്ടാവും. അപ്പോൾ ഇന്നലത്തെ റീഡിങ്ങിൽ വന്നത് പൊസസീവായ അമിതമായി പ്രണയമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ അങ്ങനെ അമിത പ്രണയമല്ല. ഈ വ്യക്തിക്ക് തന്നെ ഡബിൾ മൈൻഡാണ്. ഒരേ സ്വഭാവത്തിൽ മുന്നോട്ട് പോവില്ല. എപ്പോഴും ചാടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ്. ചിലപ്പോൾ നന്നായി സ്നേഹിക്കും, ചിലപ്പോൾ സ്നേഹവും ഇല്ല, ഒന്നുമില്ല, നിർവികാരമായ അവസ്ഥയാണ്. അതുപോലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലുള്ള എനർജിയാണെന്ന് വന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന 4 ഓഫ് കപ്പ് നിങ്ങളുടെ ഭയങ്കരമായ വിരഹത്തിനെ, നിങ്ങളുടെ ഉറക്കക്കുറവിനെ, നിങ്ങളുടെ കൺഫ്യൂഷനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി 8 വാണ്ട്. ചില സമയത്ത് അങ്ങ് വന്ന് സ്നേഹിക്കും എന്ന് പറഞ്ഞതാണ് 8 വാണ്ട് പറയുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം അങ്ങ് വരും. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ അൺബ്ലോക്ക് ചെയ്ത് വരിക, സംസാരിക്കുക. ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ വരിക, സോറി പറയുക, അത് കഴിഞ്ഞ് സ്നേഹം തരിക. ഇതുപോലൊക്കെയുള്ള നാടകങ്ങൾ കളിക്കുന്ന ഒരാളാണ്, ഡ്രാമ കളിക്കുന്ന ആൾ. ഡ്രാമയും നാടകമൊക്കെ കളിച്ചാൽ ആൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് കേട്ടോ. ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവർക്കും അതൊരു ഓപ്ഷനായിട്ടുണ്ട്. അവിവാഹിതരാണെങ്കിൽ ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം നിങ്ങളൊരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇനി വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ കുടുംബം തന്നെയാണ് വില്ലനായി നിൽക്കുന്നത്. വിവാഹിതരാണ് ദമ്പതികളാണെങ്കിലും പങ്കാളി ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇടയ്ക്ക് സ്നേഹിക്കും, ഇടയ്ക്ക് വിപരീതമായിട്ട് പെരുമാറും, ദേഷ്യപ്പെട്ടൊക്കെ പെരുമാറും. എല്ലാറ്റിനും പരിഹാരമായിട്ടൊരു സണ്ണ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു സമാധാനം. സണ്ണാണല്ലോ, ഭാവിയിലെ ഭാഗ്യം, വിജയം, ഐക്യം, സന്തോഷമാണ്. അപ്പോൾ അത് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ നമുക്ക് എൻഡാക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ വീഡിയോ കണ്ടു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് പലരുടെയും ഞാൻ കാണുന്നത്. ഈ ടാരോ മാത്രം പോരാ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് കാണാൻ കാരണം. അതിലവർ പറയുന്ന പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വിരഹം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ എത്രത്തോളം അവരെ ഫോളോ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് വിരഹം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത്. അപ്പോൾ അത് നിർത്താനാണ് പറയുന്നത്. അവരും ഞാനും എല്ലാവരും അതാണ് പറയുന്നത്. ഇനി ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരും അതാ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഫോളോ ചെയ്യുന്നത് നിർത്തുന്ന സമയത്താണ് ഈ പ്രണയം സഫലമാവുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പ്രണയം നിങ്ങളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പങ്കാളിയാണ്, നിങ്ങളെ നടത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പങ്കാളിയാണെങ്കിൽ അവരിൽ നിന്ന് സ്നേഹം കിട്ടണമെങ്കിൽ എപ്പോൾ മുതൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ അപ്പം മുതൽ അവർ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുമെന്ന് തന്നെയാണ് ഇയാളും പറയുന്നത്. ഞാനും പറയുന്നത് അതാണ്. ഇനി മറ്റുള്ള ആൾക്കാരും പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് അനുസരിക്കുക. നിങ്ങൾക്ക് വല്ല മന്ത്രവും പറഞ്ഞു തരണമെങ്കിൽ പ്രൈവറ്റ് റീഡിംഗ് എടുത്താൽ ഞാൻ മന്ത്രം പറഞ്ഞു തരൂ കേട്ടോ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മാത്രമല്ല അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ജപിച്ചാണ് ഞാനിവിടെ തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടേ. ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നുണ്ട്. അതാണല്ലോ സണ്ണ് പറയുന്നത്. ഇനി മാരേജ്, കല്യാണം കഴിയും എന്ന് പറയുന്നുണ്ട്. ജന്മ ബന്ധമാണെന്ന് ഉറപ്പാണ്, സണ്ണ് വന്നല്ലോ. ട്രൂ ലവ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് ട്രൂ ലവ് ആണ്. സണ്ണും മാരേജും ടിൻ ഫ്ലെയിമും ഒരേ അർത്ഥമാണ് തരുന്നത് കേട്ടോ. അതിനുവേണ്ടിയാണ് എടുത്തു കാണിക്കുന്നത്. നിങ്ങളുടെ കല്യാണം കഴിയുമെന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവായിട്ട് ദീർഘകാലം ജീവിക്കുമെന്നാണ് ശിവപാർവതിമാർ പറയുന്നത്. രാമനും സീതയും എന്ന് പറഞ്ഞാലും ഡിവൈൻ കണക്ഷനാണ് എന്നാണ്. നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ഇവിടെ കാണിച്ചു തരുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പെരുമാറ്റമാണ്. നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നറിയുന്നത്. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, എന്നാൽ നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് സ്നേഹമില്ല എന്ന് പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് നന്നായി സ്നേഹിച്ച് അത് കഴിഞ്ഞ് തല്ലുകൂടി മടങ്ങിപ്പോവാനും മടിയില്ലാത്ത ഒരാൾ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ആവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സന്തോഷം, ഇടയ്ക്ക് ദുഃഖം. ഇങ്ങനെയുള്ളൊരു പ്രണയമാണ് ഇവിടെ കണ്ടത്. ഇതുപോലെയാണെങ്കിൽ ഈ മെസ്സേജുകൾ എടുക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് റീഡിങ് എടുക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള ഓപ്ഷൻ. അപ്പം ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇത് നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് പൊള്ളൽ തന്നെയാണ്. ബ്രോങ്കൈറ്റിസ് വന്നിട്ടുണ്ട്, ചുമ വന്നിട്ടുണ്ട്,
പൊള്ളൽ വന്നിട്ടുണ്ട്, ബോഡി പെയിൻ പനി വന്നിട്ടുണ്ട്, വാദം പറയുന്നുണ്ട്, എല്ലുകളുടെ പല്ലുകളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മണി വരെ കോൺടാക്റ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ പാടുള്ളൂ. പ്രൈവറ്റ് റീഡിങ് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് പറയാനുള്ളത്. കാരണം ഇത് വൈകിട്ട് തരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ജോലി എന്താണെന്ന് നോക്കാം. കാരണം പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ നേരത്തെ ഇത് കണ്ട ശേഷമൊക്കെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ജോലി പറയുന്നത് എഴുത്തുകാരാണ് എന്നാണ്, കലാകാരന്മാരാണ് എന്നാണ്. എയർഫോഴ്സിലെ ജോലി പറയുന്നുണ്ട്, ബിസിനസ്സുകൾ പറയുന്നുണ്ട്, അധ്യാപകർ പറയുന്നുണ്ട്. ഇനി നിയമം, ലിബ്ര വന്നതുകൊണ്ട് നിയമം, അഡ്വക്കേറ്റ് ആയിരിക്കുക, ആ ഒരു പോലീസ്, പട്ടാളം, ഇതൊക്കെ നിയമത്തിൽ പെട്ടതാണല്ലോ അല്ലേ. അതെന്ത് വേണമെങ്കിലും ആവാം. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ നോക്കാം. വിവാഹ നിശ്ചയം, വിവാഹമൊക്കെയാണ് പറയുന്നത്. കല്യാണാലോചന വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇരട്ട മുഖത്തിൽ പെരുമാറുന്ന ചില ആൾക്കാരുണ്ടായെന്ന് പറയുന്നത്. സ്നേഹത്തിൽ കാണിച്ചു കൂട്ടിയിട്ട് മറ്റൊരു സ്വഭാവം കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാര പണിയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. സുഹൃത്താവാം, പങ്കാളി തന്നെ ആവാം, അല്ലെങ്കിൽ കുടുംബമാവാം, ആരുമാവാം, ജോലി സ്ഥലത്ത് ആരെങ്കിലും ആവാം. നിങ്ങൾക്ക് പാര പണിതുകൊണ്ട് നിങ്ങളോട് ചിരിച്ചു കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇതാണ് പൊതുവായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. എഴുത്ത് സംബന്ധമായ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീട്, വാഹനം, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോവുക, അങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ ഓക്കെ ആവും എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യത്തിന് 1000 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ പണം അടച്ചിട്ട് നിങ്ങളുടെ കാര്യം അറിയുക. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ എല്ലാ റീഡിങ്ങും കാണേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു തരും, നെഗറ്റീവായാലും പോസിറ്റീവായാലും. അപ്പോൾ സമീപിക്കുക. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഓപ്പൺ മൈൻഡ് അല്ല എന്ന് പറയുന്നത് അത് തന്നെയാണ് ഹെരഫൻറ്റും പറഞ്ഞ്. ഓപ്പൺ മൈൻഡ് അല്ല, റിട്രീറ്റാണ്. ഇടയ്ക്ക് മടങ്ങിപ്പോവും, പലായനം ചെയ്യില്ലേ. കുട്ടികളൊക്കെ ഉള്ളവരും പ്രണയിക്കുന്നുണ്ട്. പ്ലേഫുൾനെസ്സാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലായനം ചെയ്യുന്നുണ്ട്. തമാശയാണ്. ജീവിതം സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഇരട്ട മുഖമാണ്. കുട്ടികളുള്ളവരുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓപ്പൺ മൈൻഡ് അല്ല എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഹെരഫൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത്. ഇനി ഒരു കാര്യം പറയാനുള്ളത് തമാശയാണ്. ഞാൻ പറഞ്ഞിരുന്നു വിവാഹേതര ബന്ധങ്ങളിലുള്ളവർ താഴെ കമൻ്റ് ഇടരുതെന്ന്, പേരോ നക്ഷത്രമോ ഇടാൻ പാടില്ലെന്ന്. അതോടുകൂടി എൻ്റെ എല്ലാ കമൻറ്റും ഒഴിവായി. അപ്പോൾ 300 കമൻറ്റ് വന്നിരുന്നത് ഇപ്പോൾ കമൻറ്റ് ഇല്ലാതായി. അതിനർത്ഥം ഇത് കാണുന്നവരെല്ലാം അത്തരക്കാരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇനി ഡിമാൻഡുകളൊന്നുമില്ല, ആരാച്ച കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അതിടാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ അത് നമ്മളിനി ആ വിലക്കൊക്കെ മാറ്റിയിട്ടോ നിങ്ങൾ ഇഷ്ടമുള്ളവരുടെ പേരോ നക്ഷത്രം എന്താ എഴുതിക്കോളൂ. ഇത്രയും ആൾക്കാർക്ക് അതാവാച്ചാൽ എനിക്കത് അനുവദിക്കുന്നതിന് വിരോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ആ വഴിക്ക് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ മാത്രം അതിന് വിലക്കുകൾ കൽപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മാതിരി നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ ആളുടെ പേരോ അതാരും ആവാം ഒക്കെ എഴുതുക കേട്ടോ, താഴെ കമൻ്റായിട്ട് ഇടുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം. അയാൾ സോറി എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്നെ പോകുമ്പോൾ സോറി പറയില്ലേ, അല്ലെ പോയി വരുമ്പോൾ സോറി പറയും. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. കമ്മിറ്റ്മെൻറ്റ് തരും, സോറി പറഞ്ഞ് കമ്മിറ്റ്മെൻറ്റ് തരും, അത് കഴിഞ്ഞ് വീണ്ടും പോകും. ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവോ ആണെങ്കിൽ ഒരിക്കലും ടാരോ റീഡിങ് കാണേണ്ടി വരില്ല അല്ലേ, പങ്കാളി കൂടെ ഉണ്ടാവുമല്ലോ. ഇത് അവിവാഹിതരായിരിക്കാം അല്ലെങ്കിൽ വിവാഹേതര ബന്ധമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ടാരോ റീഡിങ് കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പല കാരണങ്ങൾ കൊണ്ടാണത് പറയാൻ കാരണം. അപ്പോൾ നാട് മൊത്തം അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടമായത് ചെയ്തോളൂ. കമൻ്റ് ഇട് അല്ലെങ്കിൽ നക്ഷത്രം ഇട് ഒക്കെ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്ങിന് വേണമെങ്കിൽ വരാം, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇനി അതിനും മടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി സിംഗിൾസ് ആണെങ്കിൽ പങ്കാളികളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരും, ഹിന്ദു ആണെങ്കിൽ. അപ്പോൾ അതിന് നിങ്ങൾ ക്യാഷ് അടച്ച് എൻ്റെ അടുത്ത് സമീപിച്ചാൽ മതി. നിങ്ങളുടെ റീഡിങ് നോക്കും. അർഹത ഉള്ളതല്ലെങ്കിൽ ഞാൻ തരില്ല, ആ മന്ത്രം തരില്ല കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്.
നമ്മുടെ കേരളത്തിൽ തന്നെ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൽ ഒരു ലവ് പൂജ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ആ പങ്കാളികൾ ഒരിക്കലും പിരിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണ്. പക്ഷെ മന്ത്രം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് വേണമെങ്കിൽ എന്നെ സമീപിച്ച് റീഡിങ് എടുക്കുക, അതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ റീഡിങ് ഇവിടെ നിർത്തുകയാണ്.